വീട്ടിൽ നിന്ന് എല്ലാരും കൂടെ താമസിച്ച് 1:30 ആയപ്പോ ഇറങ്ങിയതാ. ഈ സമയത്ത് ഓച്ചറ ഉണ്ണാൻ പോയി കഴിഞ്ഞാൽ വലിയ തിരക്കൊന്നും കാണത്തില്ലെന്ന്. ഈ ക്യൂവിനൊരു അന്തോ ഇല്ലേ? എവിടെ ഇതിന്റെ അറ്റം? നോക്കി 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 നടന്ന് അങ്ങ് അറ്റത്ത് പോയി തന്നെ നിന്ന്. അയ്യടാ, ഒട്ടും തിരക്കില്ലല്ലോ. നമ്മൾ കറക്റ്റ് സമയത്ത് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഈയിടെയായിട്ട് എവിടെ പരിപാടിക്ക് ഇറങ്ങിയാലും ഇത് തന്നെ പണി. തുണിയെടുക്കാൻ പോയപ്പം തിരക്ക് കാണത്തില്ലെന്നും പറഞ്ഞു പോയി. അവിടെ ഒടുക്കത്തെ തിരക്കായിരുന്നു. ഉച്ചയ്ക്ക് ചോറിനാണ്ട് ഒട്ടും തിരക്ക് കാണത്തില്ലെന്നും പറഞ്ഞ് താമസിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങി. അവിടെ ഒരു ഉത്സവത്തിനുള്ള ആളുണ്ട്. എല്ലാരും ഈ സമയത്ത് തിരക്ക് കാണത്തില്ലെന്നും പറഞ്ഞ് വന്നയാണെന്നാ തോന്നുന്നത്. സാധാരണ നമ്മൾ ഓച്ചറ കർക്കിടക സദ്യ കഴിക്കാൻ പോകുന്ന സമയത്ത് ഇച്ചിരി താമസിച്ചിറങ്ങാമെങ്കിൽ വലിയ തിരക്കില്ലാതെ ഇങ്ങ് പോരാൻ പറ്റുമായിരുന്നു. ഇപ്പൊക്കെ നാടൻ അന്നുനെ എടുത്തോണ്ട് നിൽക്കുമായിരുന്നു. പിന്നെ ഒരു ഉപകാരം എന്ന് പറയാൻ ഫാൻ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ഇവിടെ കേട്ടോ. അതുകൊണ്ട് നമ്മളെല്ലാം റൈഡിലൊക്കെ കയറി കറങ്ങുന്നത് പോലെ ക്യൂ നിന്ന് ഏകദേശം ഒരു 10ഓളം റൗണ്ട് ഉണ്ടെന്ന് തോന്നുന്നു. കറങ്ങി ക്യൂ നിന്ന് വേണം മെയിൻ ക്യൂവിലെത്താൻ. അങ്ങനെ നിന്നും നടന്നും കറങ്ങി ഒരു 1.5 മണിക്കൂർ ആയപ്പോഴത്തേക്ക് എന്തായാലും ചോറ് കിട്ടി. നല്ല തിളച്ച ചോറായിരുന്നു കേട്ടോ. പിന്നെ സാമ്പാർ ഉണ്ടായിരുന്നു, അവിയലുണ്ടായിരുന്നു, പച്ചടി ഉണ്ടായിരുന്നു, പിന്നെ പായസം ഉണ്ടായിരുന്നു ഗൈസ്. പക്ഷെ അതൊക്കെ തീർന്നു പോയി. പാത്രം മാത്രം അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ചോറങ്ങോട്ട് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാരും 4 വഴിക്കോട്ട് ഓടുക സീറ്റ്. കാരണം എവിടെയെങ്കിലും ഇരുന്നിട്ട് വേണം ഇതങ്ങോട്ട് വാരി കഴിക്കാം. അന്നേരത്തേക്കാണ് ഒരു 3:30 ആയി കാണും. എല്ലാരും വിശന്ന് തല കറങ്ങി ആവശ്യതയായിട്ട് ഇരുന്നേ. അവിടെ ഇരുന്ന് ആ ചൂട് ചോറ് വാരി അങ്ങോട്ട് കഴിച്ചപ്പോ മനസ്സും വയറും നിറഞ്ഞു. ഇനി കുറച്ച് വിശ്രമം ആവാം. തിരിച്ച് വീട്ടിൽ പോകാൻ നേരം നോക്കിയപ്പോഴാ ഇത്രയും സിമ്പിളായിട്ടുള്ള ക്യൂ ആണോ 1.5 മണിക്കൂർ നിന്ന് കറങ്ങിയെന്ന് ഞാൻ ആലോചിച്ച. നാളെ ഇതിലും തിരക്കായിരിക്കും. അപ്പൊ അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. ടാറ്റാ.